ഇനി ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാതെ ആരെങ്കിലും ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്ത് വീടുണ്ടാക്കണോ? UDF വന്നാൽ ലൈഫ് പദ്ധതി അപ്പോൾ റദ്ദാക്കുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഏത് പുതുയുഗത്തിലേക്കാണ്? അതാണ് VD സതീശൻ്റെ ജാഥയുടെ മുദ്രാവാക്യം. എവിടത്തേക്ക് നയിക്കാൻ? 2016 മുമ്പുള്ള ആരോഗ്യാവസ്ഥയിലേക്കോ വിദ്യാഭ്യാസ അവസ്ഥയിലേക്കോ നിങ്ങൾ നയിക്കുന്നത്? അതുകൊണ്ട് വളരെ ജനങ്ങളെ സമീപിച്ച് അവരോട് പറയണം, തെറ്റ് സംഭവിക്കരുത്. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കണം. ഈ വികസനങ്ങൾ മുന്നോട്ട് പോകണം. അതിന് LDFന് വേണ്ടി ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തണം. നമുക്ക് നമ്മുടെ ജീവിത സുരക്ഷിതത്വമാണ് വലുത്. കേന്ദ്ര ഗവൺമെൻറ് എത്ര ദ്രോഹിച്ചിട്ടും നമ്മളായിട്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചു, നമ്മൾ ഇടപെട്ടു, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ജനങ്ങളുടെ കൂടെ നിന്നു. ഈ സർക്കാർ തുടരണം. ജാഥയുടെ ഭാഗമായി എല്ലാ ദിവസവും ജാഥ ആരംഭിക്കുമ്പോൾ രാവിലെ ഒരു മീറ്റിംഗ് നടത്താറുണ്ട്. ജാഥ ലീഡർ അംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലെയും വിവിധ തുറകളിൽപ്പെട്ട ആളുകളുടെ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് വരാനിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൂടുതലായിട്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് അവരോട് ചോദിക്കുകയാണ്. ഇത് മുൻപ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് വരുന്നതിന് മുമ്പും ഞങ്ങളിങ്ങനെ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം LDF ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? അതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കി അതെല്ലാം നോട്ട് ചെയ്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ആ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പുതിയ മാനിഫെസ്റ്റോ തയ്യാറാക്കുക. 2016 2021 LDF തയ്യാറാക്കിയ മാനിഫെസ്റ്റോവിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ്റും അതിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത്. സാധാരണയായി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കാറുള്ളൂ എന്ന ആക്ഷേപം ഉണ്ടാകാറുണ്ടായിരുന്നു. UDFൻ്റെ കാലത്താണെങ്കിൽ മാനിഫെസ്റ്റോയും അവരുടെ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാറില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്തു തന്നെ ഇരിക്കുമെന്ന് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മാനിഫെസ്റ്റോവിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ ശാസ്ത്രീയമായി പ്രവർത്തിച്ചു. ഇടയ്ക്കിടെ ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി എവിടെയെങ്കിലും പിന്നോക്കമായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവും തോന്നുന്നില്ല. നമ്മുടെ കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടതരമാണ്. ഈ രാജ്യത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ അധിവസിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഇപ്പം 5ാമത്തെ ശക്തിയാണ്, ഇന്ത്യയെ 3ാമത്തെ ശക്തിയായി വളരെ പെട്ടെന്ന് മാറ്റുമെന്നാണ്. ഓരോ പൗരന്മാരും, ഓരോ സ്ത്രീയും പുരുഷനും ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നന്നായിട്ട് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വോട്ട് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം. നന്നായിട്ട് ഈ രാജ്യത്തിൻ്റെ പോക്കിനെക്കുറിച്ച് മനസ്സിലാക്കി ഇന്ത്യയിലെ പൗരന്മാർ പ്രതികരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ അപകടമാണ്. പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നാടകീയമായിട്ട് പ്രസംഗം നടത്താറുണ്ട്, സാരേ ദേശവാസിയവും എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണോ ഇന്ത്യയിൽ നടക്കുന്നത്? ഇവിടെ ലോകത്തിലെ 3ാമത്തെ ശക്തിയായിട്ട് മാറുമെന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയുടെ സ്ഥിതി എന്താ? 2022 ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലുള്ള, പോവർട്ടി റൈറ്റ്സ് വാച്ച് പോലുള്ള ചില സംഘടനകൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പരിശോധിച്ചു. ലോകത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും പരിശോധിക്കുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ അധിവസിക്കുന്ന രാജ്യങ്ങളെ, അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രാവസ്ഥയിലുള്ള രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണമില്ലായ്മയാണ് പ്രധാനമായും. എന്നാൽ വിദ്യാഭ്യാസമില്ലായ്മയും പാർപ്പിടമില്ലായ്മയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മയും ഒക്കെ ആ ദാരിദ്ര്യത്തിൻ്റെ അളവുകോലുകളാണ്. അങ്ങനെ ലോകത്തിലെ 127 രാജ്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ 1, 2, 3 എന്ന് താഴേക്ക് എഴുതുമ്പോൾ ദാരിദ്ര്യം കുറഞ്ഞതിനെ 1ാമതായും ദാരിദ്ര്യം കൂടുന്നതിനനുസരിച്ച് താഴേക്ക് എഴുതിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 106ാമതാണ്.
ഈ നമ്പറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചില ഏജൻസികൾ 130-ലേറെ രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ചിലതിൽ 105-ാമത്തെ സ്ഥാനമാണ്, ചിലതിൽ 106-ാമത്തെ സ്ഥാനമാണ്. പക്ഷേ ഈ 100-ന് മുകളിലാണ് എപ്പോഴും ഇന്ത്യയുടെ സ്ഥാനം. തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ്, ഇപ്പോൾ വലിയ കലാപം ഉണ്ടാകുന്ന ബംഗ്ലാദേശും അപ്പുറത്ത് എപ്പോഴും കലാപം നടക്കുന്ന പാകിസ്ഥാനും നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയും ഒക്കെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മെച്ചമാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ കേരളത്തിലെ ജനങ്ങളിൽ 99% ആളുകളുടെ അതിദാരിദ്ര്യവും പരിഹരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. 2022 കണക്കിൽ ബീഹാറിൽ എക്സ്ട്രീം പോവർട്ടി 30%, യു പിയിൽ അത് 28%, അന്ന് കേരളത്തിൽ 0.7%മാണെന്നാണ് രേഖപ്പെടുത്തിയത്. 100 ആളെ എടുത്താൽ 30 പേർ പട്ടിണി കിടന്ന് മരിക്കുന്നവരാണ് BJPയും കോൺഗ്രസും ദീർഘകാലം ഭരിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെങ്കിൽ 100 ആളെ എടുത്താൽ ഒരാൾ പോലും കേരളത്തിൽ അങ്ങനെയുള്ള കൊടും പട്ടിണിക്കാരില്ല എന്നുള്ളത് കേരളം എടുത്ത കണക്കല്ല, LDF എടുത്ത കണക്കല്ല. പക്ഷെ നമ്മൾ അതും വളരെയേറെ ശ്രദ്ധിച്ചു. ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഈ പറയുന്ന BJPയുടെ 3ാമത്തെ ശക്തിയാക്കുമെന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അതിദാരിദ്ര്യം പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയും നമ്മുടെ മന്ത്രിസഭയും ചേർന്ന് ഈ 0.7% ആരാണ് എന്ന് കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ചുമതലപ്പെടുത്തി. സർവേ നടത്തി. 64,006 പേരെ, 6 കുടുംബങ്ങളെ ആ പട്ടികയിൽ കണ്ടെത്തി. ഓരോ പഞ്ചായത്തും ഇടപെട്ട് ആ അതിദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. ചിലർക്ക് റേഷൻ കാർഡില്ലാത്തവരാണ്, ചിലർക്ക് ചോർന്നൊലിക്കുന്ന കൂരയാണ്, വീടില്ല, മറ്റു ചിലർക്ക് പട്ടയം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്, പിന്നെ ചിലർക്ക് നല്ല ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ കാരണം ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ കഴിയാതെ ആരോരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാണ്. അങ്ങനെയുള്ള അളവുകോലുകളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. പഞ്ചായത്തുകൾ കണ്ടെത്തി. ചിലയിടത്ത് 50 കുടുംബം, ചിലയിടത്ത് 60 കുടുംബം. മലയോര മേഖലയിൽ കുറേയും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. 90-ലേറെ കുടുംബങ്ങൾ, 93 കുടുംബമൊക്കെയുള്ള ഇടങ്ങളുണ്ടായിരുന്നു. അവരെ ചെന്ന് കണ്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് പരിഹരിക്കാൻ ഒരുവിധം സാധിക്കുമെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചു. ആ കുടുംബങ്ങളുടെ എല്ലാം പ്രശ്നം മാറ്റി അവർ ഭക്ഷണം കഴിക്കും, മര്യാദക്ക് അവർ ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിക്കും എന്ന് ഉറപ്പുവരുത്തി അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു കേരളത്തെ. കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു. MLA-മാർ അതിനു മുമ്പ് തന്നെ നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിനെയും അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു. ഞാൻ എൻ്റെ മട്ടന്നൂർ മണ്ഡലത്തിൽ പോയി തെരഞ്ഞെടുത്ത ഈ കുടുംബങ്ങൾ അവിടെ വന്നിരുന്നു. അവരുടെ വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ അതിദാരിദ്ര്യമുക്തരായി പ്രഖ്യാപിക്കുമ്പോൾ അവരെ ഇരുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തത്. അതിൻ്റെ അർത്ഥം കേരളത്തിന് ഇനി ഒരു പ്രശ്നവും ഇല്ല, എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു എന്നല്ല. കേരളം വളരെ മുന്നേറിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ അതിലും ഒരു കുറ്റകൃത്യം കണ്ടു. കേരളത്തിലെ മനുഷ്യരോട് തരിമ്പെങ്കിലും സ്നേഹമുണ്ടോ UDF-ന്? അതിദാരിദ്ര്യം പരിഹരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ വഴി റേഷൻ കിട്ടില്ല, അന്ത്യോദയ അന്നപൂർണ കാർഡിൽ ഇനി കേന്ദ്രത്തിൻ്റെ അരി കിട്ടില്ല. നല്ല കാര്യം പറഞ്ഞ പോലെയാണ് പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് അതും ഇതും തമ്മിൽ ബന്ധമില്ലാതെന്ന് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞത് കൊണ്ട് തിരക്കേടില്ല. ഈ അന്ത്യോദയ അന്നപൂർണയൊന്നും ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. കേരളം കൂടി ചെലവഴിച്ചിട്ടാണ് അത്തരം റേഷൻ തന്നെ. മുൻ AKG MN ഗോവിന്ദൻ നായരൊക്കെ MP ആയിരുന്ന സമയത്ത് പാർലമെൻറ്റിൽ നന്നായിട്ട് സമരം ചെയ്ത് കേരളം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്, കേരളത്തിൻ്റെ എല്ലാ പാടത്തും കൃഷി ചെയ്താലും ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള അരി തികയില്ല, ഞങ്ങൾ ഉണ്ടാക്കി തരുന്ന പണം അതിൽ നിന്നൊരു വിഹിതം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഭക്ഷ്യധാന്യ കോട്ടയായിട്ട് തരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് നെഹ്റുവിൻ്റെ കാലത്ത് കേരളത്തിന് ഭക്ഷ്യധാന്യ കോട്ട ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെ അരി ശേഖരിച്ചെത്തിക്കാനുള്ള തീരുമാനമായത്. അത് കേന്ദ്രത്തിൻ്റെ സൗജന്യമൊന്നുമല്ല. പക്ഷെ പിന്നീട് കോൺഗ്രസ് പലപ്പോഴും ആ ഭക്ഷ്യധാന്യ കോട്ട വെട്ടിക്കുറക്കാൻ ശ്രമിച്ചു. ഈ റേഷൻ കാർഡിനെ 3 ആക്കിയിട്ട് വെട്ടിമുറിച്ചതാരാ? കോൺഗ്രസ് ആണ്.
അന്ത്യോദയ, അന്നപൂർണ, BPL, APL എന്നാക്കി തരംതിരിച്ചു. അങ്ങനെയല്ല. ഇപ്പോൾ APL കാർഡുകാർ പറയും കുറച്ചും കൂടി റേഷൻ കൂട്ടി തരണം, 2 കിലോ അരിക്ക് പകരം കുറച്ചുകൂടി പൈസ കൊടുത്താലും വേണ്ടില്ല, പുറമേ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് തരണം. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണത്. പക്ഷേ ഈ കാർഡ് 3ആയി തരംതിരിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രം സബ്സിഡിയോടുകൂടിയ റേഷൻ ചുരുക്കിക്കളഞ്ഞ് ഭക്ഷ്യധാന്യ കോട്ട വെട്ടിക്കുറച്ചതിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു മടിയില്ലാതെ അവർ പറയാണ് അതിദാരിദ്ര്യം പരിഹരിച്ചുകൊണ്ട് ഇനി വഴിയുടെ അരി കിട്ടില്ലല്ലോ. എന്താ സന്തോഷം എന്നറിയോ? പക്ഷെ നമ്മളവിടെ ബോധ്യപ്പെടുത്തി ഇത് വെട്ടിക്കുറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതിദാരിദ്ര്യമേ പരിഹരിച്ചിട്ടുള്ളൂ. കേവല ദാരിദ്ര്യം ഇപ്പോഴും ചില ഗ്രാമങ്ങളിലുണ്ട്. അതുകൂടി പരിഹരിക്കുമെന്നാണ് പുതിയ മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. കേരളത്തിൻ്റെ ജീവിത നിലവാരം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ്. കേരളത്തിൽ വരുന്നവർ പറയും യഥാർത്ഥത്തിൽ ഇവിടം സ്വർഗ്ഗമാണ്. ഇവിടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ പടഞ്ഞു മരിക്കുന്നവരില്ല. സ്കൂളുകളില്ലാഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾ മലയോര മേഖലയിൽ പോലുമില്ല. വിദൂരമായിട്ടുള്ള രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രികളില്ലാത്ത ഒരൊറ്റ പഞ്ചായത്ത് കേരളത്തിലില്ല. ഇതൊന്നും UDFൻ്റെയോ BJPയുടെയോ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. അങ്ങനെ ആണെങ്കിൽ ബീഹാറിലെ ഗ്രാമത്തിൽ ഉണ്ടാവണ്ടേ? ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ബീഹാറിൽ നിന്നൊരു വാർത്ത വന്നത്. 350 കുട്ടികൾ ഹൈപ്പോഗ്ലൈസീമിയ വന്നിട്ട് പടഞ്ഞ് മരിച്ചിരിക്കുന്നു. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയലാണ്. ഒരു ഗ്ലാസ് പഞ്ചസാര വെള്ളം കലക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ ജീവിക്കുമായിരുന്നു. പക്ഷേ ആ പാവങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ മയങ്ങി വീണ് മരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. തൊട്ടടുത്ത് ഒരു പഞ്ചായത്തിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൊണ്ടുപോയാൽ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. മയങ്ങി വീഴുന്ന കുട്ടികളെ തോളിലിട്ട് 25 കിലോമീറ്റർ ദൂരം ആശുപത്രിയും തേടി ഓടുന്നതിനിടയിലാണ്. അവിടെ ബസ് സർവീസ് ഇല്ല, നല്ല റോഡുകളില്ല. അവിടെ എത്തുമ്പോഴാണ് ഈ കുട്ടികൾ പണഞ്ഞ് മരിച്ചത്. കേരളത്തിൽ സംഭവിക്കുമോ? ഇവിടെ അതിവേഗം പ്രസവിക്കുകയും മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലുമായ നിപ്പയും കോവിഡും വന്നിട്ടും നമ്മളതിനെ എത്ര ശക്തമായിട്ട് പ്രതിരോധിച്ചു. നിസ്സാരമായിട്ടുള്ള ഈ കാര്യം അത് ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളതാണ് വിചിത്രം. അതൊരു പകർച്ചവ്യാധി ആയിരുന്നില്ല, പട്ടിണിയായിരുന്നു ആ കുട്ടികൾ. ബീഹാറിലെ ഗ്രാമത്തിൽ പട്ടിണി കിടന്ന വയറ്റിൽ ഒന്നും തിന്നാനില്ലാഞ്ഞിട്ട് ആരുടെയോ തോട്ടത്തിലെ പൊഴിഞ്ഞു കിടന്ന ലിച്ചിപ്പഴം അവർ പെറുക്കി കഴിച്ചു. ആ ലിച്ചിപ്പഴം വെറും വയറ്റിൽ ധാരാളമായിട്ട് കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. അതിദരിദ്രരായിട്ടുള്ള കുട്ടികൾ പൊഴിഞ്ഞു വീണ് ലിച്ചിപ്പഴം പെറുക്കി കഴിച്ചു. എല്ലാവരും കൂട്ടത്തോടെ മയങ്ങി വീണ് മരിച്ചു. സ്വതന്ത്ര ഇന്ത്യ, സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം ആഘോഷിക്കുന്ന ഇന്ത്യ. ആരാ 4/3 ഭൂരിപക്ഷത്തോടെ ബീഹാർ ദീർഘകാലം ഭരിച്ചത്? ഉത്തർപ്രദേശ് ഭരിച്ചത് ഈ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിൻ്റെ മിടുക്കുകൊണ്ടാണെങ്കിൽ ഇന്ന് കേരളത്തിലുണ്ടായ മാറ്റം ഉത്തർപ്രദേശിലും ബീഹാറിലും ഉണ്ടാവണ്ടേ? ഇവിടെ മാറ്റം ഉണ്ടായി. 1957 മുതൽ. ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല, ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ്, EMSൻ്റെ ഗവൺമെൻറ് താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിയമം പാസ്സാക്കിയതോടെയാണ് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഓരോ ആളുകളും ഭൂമിയിൽ കാലൂന്നി നിന്ന് ഞങ്ങളെ ഇവിടെ നാട്ടിപ്പായിക്കാൻ കഴിയില്ല എന്ന ആത്മാഭിമാനത്തിലേക്ക് കടന്നു വന്നത്. മുണ്ടശ്ശേരി മാസ്റ്റർ, നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, എല്ലാ ഗ്രാമത്തിലും സ്കൂളുകൾ തുറന്ന്, ഗവൺമെൻറ് സ്കൂളുകൾ തുറന്ന് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പബ്ലിക് സ്കൂളുകളുടെ തുടക്കം, ഗവൺമെൻറ് സ്കൂളുകളുടെ ആരംഭം. ആ ഗവൺമെൻറ്റിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്രത്തോളം ചരിത്രം വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ ഗവൺമെൻറ്റോ ഗവൺമെൻറ് എയ്ഡറ്റോ എയ്ഡറ്റ് ആകുമ്പോഴും കുട്ടികൾ ശമ്പളം കൊടുക്കണ്ട, അധ്യാപകർക്ക് ഫീസ് കൊടുക്കണ്ട, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അങ്ങനെയുള്ള LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇല്ലാത്ത ഏതെങ്കിലും പഞ്ചായത്തുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്തിൽ ഹൈസ്കൂളില്ലെങ്കിൽ അവിടെ ഹൈസ്കൂൾ അനുവദിക്കാമെന്ന് പറഞ്ഞത് നായനാരുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. ഏതെങ്കിലും പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി ഇല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അനുവദിക്കാമെന്ന് പറഞ്ഞത് VSൻ്റെ കാലത്താണ്, UDFൻ്റെ കാലത്തല്ല. അതെല്ലാം അനുവദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി ഓരോന്നോരോന്ന് നടപ്പിലാക്കാൻ LDF കാണിച്ചിട്ടുള്ള താല്പര്യമാണത്. ഇന്ന് വിദ്യാഭ്യാസ മേഖല
ഗവൺമെൻറ് സ്കൂൾ സംവിധാനം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരിടമാണ് കേരളം. ഇതിൽ UDF സംഭാവനയൊന്നുമില്ല. പിന്നെ അവർ വരുമ്പോൾ ഈ കൊണ്ടുവന്നതൊന്നും തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുമാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്, അല്ലാതെ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം മാത്രമല്ല, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർ AR മേനോൻ 57 ആരോഗ്യമന്ത്രി, പ്രശസ്തനായിട്ടുള്ള ആരോഗ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ സകല ഗ്രാമങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെൻ്റർ തുടങ്ങണം. രോഗം നേരത്തെ കണ്ടുപിടിച്ച് പ്രതിരോധം വേണം. എന്നിട്ട് ആളുകളുടെ ആയുസ് കൂട്ടണം. ഇത്രയായിരുന്നു ആയുസ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഒരു 60, 65, 70 വയസ്സിന് താഴെ ആളുകൾ മരിച്ചു പോവുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ പ്രതീക്ഷിത ആയുസ് വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളിലെ പ്രതീക്ഷിത ആയുസിൻ്റെ കൂടെ എത്തിയിരിക്കുന്നു. 78 വയസ്സ്. അത് ശരാശരിയാണ്. 102, 110 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവർ ഈ കേരളത്തിലുണ്ട്. ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടതിൻ്റെ ഗുണഫലമാണത്. എല്ലാ PHCകളും ഒരേക്കർ സ്ഥലം എവിടെയെങ്കിലും ആരെങ്കിലും സംഭാവന ചെയ്യാൻ തയ്യാറായൊരു PHC തുടങ്ങും എന്ന് തീരുമാനമെടുക്കുകയും അത് പിന്നീട് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 4 മിഷനുകൾ തുടങ്ങി. അതിലൊന്ന് ഗവൺമെൻറ് സ്കൂളുകളെ കാലികമായി മെച്ചപ്പെടുത്താനാണ്. എല്ലാവരുടെയും ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, ഫീസ് കൊടുക്കാതെ പഠിക്കാം. എന്നാൽ ഭക്ഷണം കഴിച്ചും വസ്ത്രം ധരിച്ചും ഇത്തിരി പരിഷ്കൃതരായി മാറിയ നമ്മൾ പണ്ടത്തെ പോലെ ഒന്നിനൊന്ന് മാറാൻ വസ്ത്രങ്ങളില്ലാത്ത അവസ്ഥയല്ല. ചെറുതെങ്കിലും ഒരു മനോഹരമായിട്ടുള്ള വീടുണ്ട്, അതിനകത്ത് കയറി കിടന്ന് വാതിലടച്ച് കുറ്റിയിട്ട് കിടക്കാൻ കേരളീയർക്ക് സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് അയക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സ്കൂളുകൾ പഴയത്, ജനാലകൾ പറഞ്ഞു തൂങ്ങിയാൽ മാറ്റാൻ കഴിയുന്നില്ല, ഡെസ്കും ബെഞ്ചും കാലൊടിഞ്ഞ് കിടന്നാൽ പരിഷ്കരിക്കാൻ കഴിയുന്നില്ല, പുതിയത് വാങ്ങാൻ കഴിയുന്നില്ല. കേന്ദ്രം തരുന്ന എണ്ണിച്ചുട്ട പോലെ തരുന്ന ഈ വിഹിതത്തിൽ നിന്ന് നമുക്കിതൊന്നും പരിഷ്കരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ കേന്ദ്രം തരുന്ന നിങ്ങളെന്തിനാ? ഇത് ഫെഡറൽ ഭരണ വ്യവസ്ഥയാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അന്നത്തെ നാട്ടുരാജ്യങ്ങളെല്ലാം മാറ്റി രാജവാഴ്ച വേണ്ടാന്ന് തീരുമാനിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കി ഇത് ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് പ്രഖ്യാപിച്ചു. ആ രാജ്യത്ത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഭാഷാടിസ്ഥാനത്തിലായിരുന്നു, ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളാണ് രൂപം കൊണ്ടത്. അങ്ങനെ മലയാളം സംസാരിക്കുന്നവരുടെ കേരളം, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അടങ്ങിയ നാട്ടുരാജ്യ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് കേരളമാക്കിയിട്ട് നമ്മൾ മാറ്റി. ആ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി പണം കേന്ദ്രത്തിലേക്ക് പോകുന്നു. കേന്ദ്രം അതത് വർഷം ധനകാര്യ കമ്മീഷനെ നിശ്ചയിച്ചും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി നടപ്പാക്കാനുള്ള തുക നിശ്ചയിച്ചും സംസ്ഥാനങ്ങൾക്ക് പദ്ധതി വിഹിതം കൊടുക്കുന്നു. ഇതാണ് ഭരണരീതി. എന്നാൽ ജനാധിപത്യപരമായ ഫെഡറലിസം ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പിരിച്ചെടുക്കുന്നതിൻ്റെ 70% ഇങ്ങോട്ട് തരണം. ഇവിടെ റോഡ് ഉണ്ടാക്കുന്നതും ആശുപത്രിയിൽ മരുന്നെത്തിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും സ്കൂൾ ഉണ്ടാക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും എല്ലാം സംസ്ഥാനമാണ്. പക്ഷേ 70 പോയിട്ട് 50% തിരിച്ചു തരുന്നില്ല. നേരത്തെ കോൺഗ്രസും തന്നിരുന്നില്ല. BJP വന്നപ്പോഴാണെങ്കിൽ വലിയ മോശമായിട്ടാണ് പെരുമാറുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ചോദിക്കുന്നത് തന്നെ 50% ടാക്സ് ഷെയർ തരണം എന്നാണ്. പക്ഷെ 30% താഴെ തരുന്നുള്ളൂ. ആ പണം ഉപയോഗിച്ച് ഇത്രയും വലിയ ക്ഷേമ പദ്ധതികളും ഇത്രയും വലിയ പ്രവർത്തനങ്ങളും നമ്മൾ എങ്ങനെയാണ് നടത്തുക? പക്ഷേ കേരളം തോറ്റുകൊടുത്തില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2016 പറഞ്ഞു, സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും ഹൈടെക് ആവണം, ആധുനിക സാങ്കേതിക വിദ്യകൾ അതിൽ ഉപയോഗിക്കണം, സ്മാർട്ട് ക്ലാസ് റൂമുകളാകണം, മനോഹരങ്ങളായ ഇരിപ്പിടങ്ങൾ വേണം, നല്ല പ്രസൻറ്റേഷൻ LED വോളൊക്കെ വേണം, അവിടെ നല്ല നെറ്റ്വർക്ക് സ്കൂളുകൾക്ക് കൊടുത്തിട്ട് അതത് സമയം ലോകത്തിൽ സംഭവിക്കുന്നത് പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. പണം എവിടെ? ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഫ്ബി ഉപയോഗപ്പെടുത്തിയത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് നേരത്തെ ഉണ്ടായിരുന്നു ഈ സാധനം അവിടെ. പക്ഷെ ആരും അതിനെ ഉപയോഗപ്പെടുത്തിയില്ല. അതിനെ ഉപയോഗപ്പെടുത്തിയത് 2016 വന്ന പിണറായി സർക്കാരാണ്. ദീർഘകാല വായ്പയെടുത്ത് 50,000 കോടി രൂപയെങ്കിലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ചലിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. നല്ല ഭരണാധികാരികൾക്കറിയാം, പണം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, പണം ഇല്ലാഞ്ഞിട്ടും കാര്യമില്ല.
പണം ഉപയോഗപ്പെടുത്തുമ്പോഴാണ്, അതിൻ്റെ ചലനാത്മകതയിലൂടെ മാത്രമേ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 50,000 കോടി തീരുമാനിച്ചിട്ട് ഇപ്പോൾ 93,000 കോടിയായി. അത്രയും ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ചെയ്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് വർദ്ധിച്ചതുകൊണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് മറ്റു സംസ്ഥാനങ്ങൾ മൂക്കുകുത്തി വീണപ്പോൾ, കൂടുതൽ ആളുകൾ കൊടും പട്ടിണിയിലേക്ക് മുതലക്കൂപ്പ് നടത്തിയപ്പോൾ കേരളം അങ്ങനെ വീണു പോകാതിരുന്നത്. കേരളത്തിന് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്നല്ല, കോവിഡിന് ശേഷം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ കൂടുതൽ ആളുകൾ അതിദരിദ്രരുടെ പട്ടികയിലേക്ക് വീണു പോകുന്ന അവസ്ഥ കേരളത്തിൽ ഇല്ലാതിരുന്നത് ഈ മൂലധന ചെലവുകൾ കാരണമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. സ്കൂളുകൾ നന്നായി, കിഫ്ബിയിൽ നിന്ന് കാശ് കൊടുത്തു. ഇപ്പം ചില കോൺഗ്രസ്സുകാർ എന്തെങ്കിലും ഒരു കുതന്ത്രം പറയും, കേരളത്തെ വലിയ കടക്കണിയിലാക്കിയിരിക്കുന്നു, കേരളത്തിന് പൗരന്മാർ ഇതെല്ലാം അടച്ചു വീട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ സാധാരണക്കാരുടെ തലയിൽ ആ കടബാധ്യത വരില്ല. കിഫ്ബി ദീർഘകാല വായ്പ എടുക്കുമ്പോൾ തന്നെ അതെങ്ങനെ അടക്കണമെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. എല്ലാ വർഷവും പൊളിഞ്ഞ് റീടാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോഡ് കുറച്ച് പൈസ അധികം എടുത്ത് മെക്കാഡം ചെയ്താൽ പിന്നെ 10 വർഷത്തേക്ക് അത് റീടാർ ചെയ്യേണ്ടതില്ല. അപ്പം റീടാർ ചെയ്യാൻ വലിയ പൈസയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ആ പണം നമുക്ക് കിഫ്ബിയുടെ തിരിച്ചടവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ കിലോമീറ്ററുകളോളം റോഡ് അതിമനോഹരമായ മെക്കാഡൻ ടാറാക്കി മാറ്റി. നമ്മുടെ ജനീഷ് കുമാർ MLA നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ ഹൈവേ അത് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു. കിഫ്ബിയിൽ നിന്ന് പണം വകയിരുത്തി എത്ര ഭംഗിയായിട്ട് നമ്മുടെ റോഡ് മാറിയിരിക്കുന്നു. ഹൈവേ അത് കടന്നു പോകുന്ന പ്രദേശത്തെ MLA അവരാവശ്യപ്പെടുന്നതനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. വെഹിക്കിൾ ടാക്സ്, അതിനുണ്ടാകുന്ന മിച്ചമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ കിഫ്ബിയുടെ എല്ലാ കാര്യവും ഇവിടെ വിശദീകരിക്കുകയല്ല. പക്ഷേ കള്ളപ്രചരണം നടത്തി ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ മൂലധന ചെലവ് നടത്തിയത് കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ നടപ്പിലാക്കാൻ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് കിഫ്ബി ഫണ്ടാണ്. ഇവിടെ കോന്നി മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോ എങ്ങനെയാണത് മെഡിക്കൽ കോളേജ് ആയത്? ഞാൻ ആരോഗ്യമന്ത്രിയായി വരുന്ന സമയത്ത് ഈ കോന്നി മെഡിക്കൽ കോളേജ് ഒരു വലിയ പേടി സ്വപ്നം പോലെ നിൽക്കുകയായിരുന്നു. അവിടെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുകയായിരുന്നില്ല, പാറ പൊട്ടിക്കുകയായിരുന്നു ഉദ്ദേശം. ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ കുറെ പാറ പൊട്ടിച്ച് കൂട്ടിയിട്ട് ഒരു കല്ല് ഇട്ടിട്ടുണ്ട്. കല്ലിടാൻ അവർ സമർത്ഥന്മാരായിരുന്നു UDF-കാർ. എവിടെയൊക്കെയാ കൊണ്ടുപോയി കല്ലിട്ടിട്ടുള്ളത്? ആ കല്ല് തനിയെ വളരുമോ? അതിനുവേണ്ടി പണം വകയിരുത്തണ്ടേ? അതിന് പദ്ധതി ഉണ്ടാക്കണ്ടേ? അതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കണ്ടേ? കല്ലിട്ടിട്ട് മെഡിക്കൽ കോളേജ് വന്നു എന്ന് പറഞ്ഞ് സംതൃപ്തിയായിട്ടിരിക്കുക. ഞങ്ങൾ വന്നു, ആ സ്ഥലം സന്ദർശിച്ച് നോക്കുമ്പം വലിയ കഷ്ടമാണ്. നിറയെ കല്ല് പൊട്ടിച്ച് കൂട്ടിയതല്ലാതെ 1 ഇഞ്ച് പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കിഫ്ബിക്ക് നൽകി. 302 കോടി അല്ലേ ജനീഷേ? 352 കോടി. ഞാനിപ്പോൾ 3-4 കൊല്ലം കഴിഞ്ഞ് തുകയെല്ലാം മറന്നുപോയി. അന്ന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ജനീഷ് MLA ആയി വന്നപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. മിക്കവാറും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ എന്നെ വിളിക്കുകയും അവിടെ ഓഫീസിൽ വരികയും ചെയ്യും. ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ആ 356 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ച്, ക്യാബിനറ്റ് അംഗീകരിച്ച് കിഫ്ബിയിലേക്ക് പോയി. കിഫ്ബി പാസ്സാക്കിയപ്പോഴാണ് ആ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടമെടുത്ത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് കേട്ടോ. ആ പശ്ചാത്തല സൗകര്യം ഇല്ലായിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടുമായിരുന്നോ? മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടണമെങ്കിൽ അതിനാവശ്യമായ ജീവനക്കാരുടെ തസ്തിക സൃഷ്ടിക്കണം. കേരളത്തിൽ LDF ഗവൺമെൻറ് 286 തസ്തികകൾ കോന്നി മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേകം സൃഷ്ടിച്ചു. പിന്നീട് 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ നമ്മുടെ ബഹുമാന്യായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടു. ഇവിടുത്തെ MLA ബന്ധപ്പെട്ടു. അതിൻ്റെ ഫലമായി ഇപ്പോൾ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാനുള്ള അംഗീകാരം കിട്ടുകയും ആദ്യത്തെ ബാച്ച് 1 വർഷം കൂടി കഴിയുമ്പോൾ MBBS 4ാമത്തെ ബാച്ച് ഇവിടെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ബാച്ച് അതിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുട്ടികൾ ഡോക്ടർമാരായിട്ട് ഇറങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറുതെ പറഞ്ഞാൽ വരുന്നതാണോ ഇത്?
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞു പോയാൽ LDFിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാലൊന്നും തീരില്ല. ക്ഷേമ പദ്ധതികളുണ്ട്, വൻകിട പദ്ധതികളുമുണ്ട്. വിഴിഞ്ഞം പദ്ധതി നിങ്ങൾ കണ്ടില്ലേ? കല്ലിട്ട് പോയതാണ്. കല്ലിട്ട പദ്ധതി വരില്ലല്ലോ. എത്രയാണ് 8500 കോടിയോളം രൂപ ചെലവ് വരുന്നതിൽ 5000 കോടി കേരള ഗവൺമെൻറ് മുതൽ മുടക്കിയിട്ടാണ് വിഴിഞ്ഞം പോർട്ട് വന്നിരിക്കുന്നത്. പിന്നെ അദാനി ഗ്രൂപ്പാണത് എടുത്തത്. അവർ 2500 കോടി കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞ തുച്ഛമായിട്ടുള്ള 1000 കോടിയിൽ താഴെയുള്ള വിഹിതം ഇപ്പോഴും നമുക്ക് ഗ്രാൻഡായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല. UDFിന് അതിലെന്താ പങ്ക്? എന്താണ് അതിനകത്ത് BJPക്ക് പങ്ക്? പോർട്ടൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. അവരാണ് മുഴുവൻ പൈസയും തരേണ്ടത്. തന്നോ? തന്നില്ലല്ലോ. ഹൈവേ ഭൂമി എടുത്തു തന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഭൂമി അക്വയർ ചെയ്യാൻ പണം തന്നു കേന്ദ്ര ഗവൺമെൻറ്. കേരളത്തിലെ ക്ഷേമ പെൻഷൻ 2000 ആക്കി മാറ്റി. അപ്പോൾ UDFുകാർ ചില വീട്ടിൽ ചെന്നിട്ട് പറയാ 2500 ആക്കിയില്ലല്ലോ. കേട്ടാ വിചാരിക്കും ഇവർ ഭരിക്കുമ്പോൾ വലിയ തോതിൽ മാറ്റിയിരുന്നു, വർദ്ധിപ്പിച്ചിരുന്നു, നമ്മളായിട്ട് അത് ചെയ്തില്ല എന്നാ. 65 രൂപ നായനാർ ഗവൺമെൻറ്റുള്ള സമയത്ത് കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് പറഞ്ഞത് പ്രത്യുൽപാദനപരമല്ലാത്തതൊന്നും ട്രഷറിയിൽ നിന്ന് കൊടുക്കരുത്, അത് ആ തൊഴിലാളി കള്ളു കുടിച്ച് മൂത്രം ഒഴിക്കുകയുള്ളൂ. അങ്ങനെ പറയുന്ന ആരും വിശ്വസിക്കില്ല അല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പം നായനാർ സ്വസിദ്ധമായ ഭാഷയിൽ പറഞ്ഞു, ആയിക്കോട്ടെ 60 വയസ്സ് വരെ അധ്വാനിച്ച് നടുവൊടിഞ്ഞൊരു കർഷക തൊഴിലാളി ഇത്തിരി കള്ളു കുടിച്ചിട്ട് കിടന്നിറങ്ങിക്കോട്ടെ, എന്നാലും അത് കൊടുക്കുമെന്ന് പറഞ്ഞു. 65 രൂപ കിട്ടിയപ്പോൾ കള്ളു കുടിക്കുക, അത്യാവശ്യം കുറച്ച് കള്ളൊക്കെ ആരെങ്കിലും കാരണവന്മാർ കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് കുപ്പായം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഉടുക്കാൻ കൈലിമുണ്ട് മേടിച്ചിട്ടുണ്ട്, ശരീരവേദനയ്ക്ക് തേക്കാൻ കുഴമ്പ് മേടിച്ചിട്ടുണ്ട് അല്ലേ? ആ 65 രൂപ ഇന്ന് കാണുന്ന 2000 ആക്കി വർദ്ധിപ്പിച്ചതിൽ എപ്പോഴെങ്കിലും UDFിൻ്റെ പങ്കുണ്ടായിരുന്നോ? ഒരു തവണയും വർദ്ധിപ്പിച്ചിട്ടില്ല. ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ 1200 അത് നേരത്തെ വന്ന ഇടതുപക്ഷ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടാക്കിയതാണ്. ഈ 1200-നെ 400 രൂപയും കൂടി ചേർത്ത് 1600 ഒന്നാം പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചു. രണ്ടാമത് വന്നപ്പോൾ ആ 1600-ൻ്റെ കൂടെ 400 രൂപയും കൂടി കൂട്ടിയിട്ട് 2000 ആക്കി വർദ്ധിപ്പിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു തവണ 100 രൂപ വർദ്ധിപ്പിക്കുമെന്നൊന്ന് പറഞ്ഞു, കല്ലിട്ടതുപോലെ തന്നെ. കേട്ടില്ലേ? ആ കല്ലിൻ്റെ അതേ സ്വഭാവം. 5 പൈസ വർദ്ധിപ്പിച്ചില്ല. നമ്മൾ വരുമ്പോൾ ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ പെൻഷനും കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക തീർത്തു കൊടുത്ത് വീണ്ടും വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. കണക്കുകൾ നുണ പറയില്ല, റെക്കോർഡുകൾ നുണ പറയില്ല. ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾക്ക് എത്ര കാലം നുണ പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കും? LDFിൻ്റെ പ്രവർത്തകർ ഒരു കാര്യം ചെയ്യണം, എല്ലാ വീടുകളിലും പോകണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്ന കാര്യങ്ങൾ പറയണം. കടുത്ത നുണപ്രചരണം മാത്രമാണ് UDFിന് ആശ്രയം. ഇപ്പോൾ ഒരു കനകോല് വന്നിട്ടുണ്ട്. കനകോല് എന്ന് പറയുന്നത് അതിമാനുഷ്യനൊന്നുമല്ല, കള്ളം പറയാൻ പ്രത്യേകിച്ച് ബിരുദം എടുത്തിട്ടുള്ള ഒരാളാണ്. പച്ച നുണ വീട്ടിൽ കയറി പറയുകയാണ്, വീടുകളിൽ കയറിയിട്ട്. LDF കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളും അവരാണ്. സാധാരണ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. പച്ച നുണ വികസന പ്രവർത്തനത്തിന് മാത്രമല്ല, ശബരിമല വിഷയത്തിൽ ആളുകളുടെ മനസ്സ് വശീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനെതിരായി തിരിക്കാൻ നുണപ്രചരണം നടത്തുന്നു. ഒരു ഗ്രാമത്തിലുള്ള സാധാരണ ഒരു സ്ത്രീ, അവർ ഒരു ദിവസം ചോദിച്ചു, എന്നാലും ആ വെള്ളാപ്പള്ളിയെ വണ്ടി കയറ്റിയത് ശരിയായോ എന്ന്. ഞാൻ അന്തം വിട്ടു. അവർക്ക് വെള്ളാപ്പള്ളിയെ സാധാരണഗതി അറിയും. ഞാൻ ചോദിച്ചു, വെള്ളാപ്പള്ളിയെ അറിയോ? ഇല്ല, നമുക്കറിയില്ല. അത് അക്കൂട്ടരെല്ലാം വന്നിട്ട് പറഞ്ഞു, വെള്ളാപ്പള്ളിയെ വണ്ടി കയറ്റി കളഞ്ഞു, വെള്ളാപ്പള്ളി മുസ്ലിമിനെതിരാണ്, ഞങ്ങൾ വെള്ളാപ്പള്ളിയുടെ വക്താക്കളൊന്നുമല്ല കേട്ടോ. പക്ഷെ എന്താ ഉണ്ടായത്? അവിടെ വലിയൊരു പരിപാടി അയ്യപ്പ സംഗമം നടക്കുമ്പോൾ എല്ലാ വാഹനങ്ങൾക്കും അങ്ങ് കടന്നു ചെല്ലാൻ പറ്റില്ല. വാഹനങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ വണ്ടി അങ്ങോട്ട് പോകും, ബാക്കി എല്ലാവരും അതിൻ്റെ താഴെ പാർക്ക് ചെയ്ത് നടന്നു പോകണം. മുഖ്യമന്ത്രിയുടെ വണ്ടി കടന്നു പോകുമ്പോൾ നല്ല തടിയുള്ള മനുഷ്യനാണ്, വെള്ളാപ്പള്ളി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ കയറുന്നു. അത്രയേ ഉള്ളൂ, കുറച്ച് മീറ്റർ അകലത്തിൽ കയറുന്നവൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കയറി അവിടെ ഇറങ്ങി, അതിലപ്പുറമൊന്നുമില്ല. വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങളതൊന്നും ന്യായീകരിക്കില്ല. പക്ഷെ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ വിമർശിച്ചതാണ്. ഇപ്പോൾ വന്നൊരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നു എന്നാവും. ആകാമോ?
മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് ഈ കേരളീയ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ഭരണപരമായിട്ട് ചെയ്യുന്നവരല്ല. അവരുടെ പൊളിറ്റിക്സ് UDFന്റെ പൊളിറ്റിക്സാണ്. എന്നാൽ മുസ്ലിങ്ങളെ ആകെ വിമർശിക്കുക എന്നതല്ല മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതിൻ്റെ അർത്ഥം. മുസ്ലിങ്ങളിൽ ഒരുപാട് പേരുണ്ട്, സമുദായ സംഘടനകളടക്കമുണ്ട്. ആ സമുദായ സംഘടനകളെല്ലാം മോശക്കാരാണെന്നൊന്നും നമ്മൾ പറയാറില്ല. വർഗീയവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതിനെ നമ്മൾ എതിർത്തു. അത് ചെറിയൊരു സംഘ ജമാഅത്തെ ഇസ്ലാമി. അവർ വ്യക്തിപരമായിട്ട് നമുക്ക് ഒരു വ്യക്തിയോടും വിരോധമില്ല. പക്ഷെ അവർ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ് ഇസ്ലാം വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. ഇനി അവർ പറയട്ടെ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള തീരുമാനമേ ഇല്ല, മോചന ഇസ്ലാമിലൂടെ എന്നല്ല, മോചന ഹിന്ദുവിലൂടെ എന്നല്ല, മോചനം ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഹിന്ദു വർഗീയവാദികളെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ നാട്ടിൽ മനുസ്മൃതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് തുടർന്നാൽ മനുസ്മൃതി നടപ്പിലാക്കുമെന്നതിന് സംശയമില്ല. ഇപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പൊളിച്ചെഴുത്ത് നടത്തി മനുസ്മൃതിക്കനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയാണ്. എന്താണതിൽ? മനുഷ്യരെ ജാതികളായി തരംതിരിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് ദൈവം പറഞ്ഞു എന്നാ ദൈവം അങ്ങനെ പറയൂ? ഒരു കോടി സമ്പന്നരും വിദ്യക്കുടമയുമായിട്ടുള്ള സവർണരായിട്ടുള്ള ആള്, ഒരു കൂട്ടർ താഴെ ചവിട്ടി അരക്കപ്പെടേണ്ടുന്ന കൃമികീടങ്ങൾ, അങ്ങനെ മനുഷ്യരെ ദൈവം സൃഷ്ടിക്കുവോ? ബ്രാഹ്മണസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഊരു തദൈശ്വൈ ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത്. ഇങ്ങനെയാണ് ഉണ്ടായെന്നാ പറയുന്നത്. അതുകൊണ്ട് ശിരസിൽ നിന്നുണ്ടായ ബ്രാഹ്മണന് മാത്രം വിദ്യയും അധികാരവുമെല്ലാം, പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ ഇവരെയെല്ലാം താങ്ങി നിർത്താനുള്ള ജോലി ചെയ്യുക. ഇനി അതിനും താഴെ വർണ്ണത്തിൽപ്പെടാത്ത അവർണർ, നമ്മുടെ നാട്ടിൽ നേരത്തെ പറയർ പുലയർ എന്നെല്ലാം പറഞ്ഞ് അവഹേളിച്ച് വർണ്ണമില്ലാത്തവരെന്ന് പറഞ്ഞ് അവരെ ചവിട്ടി അരച്ച ആ വ്യവസ്ഥിതി വീണ്ടും വരേണമോ? ജാതിഭ്രാന്ത് വരേണമോ? ഇത് തന്നെയാണ് ഇസ്ലാം വർഗീയതയുള്ള സ്ഥലത്ത്. താലിബാനിൽ ഇതേ സ്ഥിതിയാണ്. ഒരു വിഭാഗം ഇസ്ലാമിൽ വളരെ ഉയർന്ന എല്ലാറ്റിനും അർഹതപ്പെട്ട പ്രമാണികൾ, അതിന് താഴെ നിരവധിയായിട്ട് വിഭജിക്കപ്പെടുന്നു. ഏറ്റവും അടിത്തട്ടിലുള്ളവരെ ചവിട്ടി അരക്കുന്നു. അതല്ല മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ശ്രീബുദ്ധനും ഒന്നും പറഞ്ഞിട്ടുള്ളത്. അവരെല്ലാം ഈ ഭൂമിയിലെ മനുഷ്യരുടെ സമാധാനത്തിനും സമത്വത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി നിലകൊണ്ടവരാണ്. ആ തത്വങ്ങളാണ് മതസംഹിതകളുടെ ഭാഗമായിട്ട് നടപ്പിലാക്കപ്പെടേണ്ടത്. അല്ലാതെ മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഒരു കൂട്ടം മനുഷ്യരെ കശാപ്പ് ചെയ്ത് പ്രാമാണ്യം നേടുന്ന ആളുകളുടെ പ്രമാണിത്വമല്ല മതസംഹിതകൾ. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ. അതുകൊണ്ടാണ് ഹിന്ദു വർഗീയവാദത്തെയും ഇസ്ലാം വർഗീയവാദത്തെയും ഞങ്ങൾ എതിർക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം, ഇവിടെ മതേതരത്വം പുലരണം. നോക്കൂ, ഒരു പറമ്പിൽ ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച്, അപ്പുറത്തെ പറമ്പിൽ ഇസ്ലാം മോസ്ക്, അതിനപ്പുറത്തെ പറമ്പിൽ ഹിന്ദുവിൻ്റെ ആരാധനാലയം. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, അപ്പുറത്തെ പള്ളിയിൽ നിന്ന് മണി മുഴങ്ങുന്നു, അമ്പലത്തിൽ പൂജ നടക്കുന്നു. ഇത്ര ഐക്യത്തോടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരിടം, വർഗീയ ലഹളകളില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരിടം ഇന്ത്യയിലുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കരുത്തുകൊണ്ടാണെങ്കിൽ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമെല്ലാം അങ്ങനെയായി തീരണ്ടേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം? എന്നാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ നല്ല സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കുന്നത്. അത് വേണോ എന്നുള്ളതാണ് ചോദ്യം. അത് നശിപ്പിക്കണോ? കയ്യിലുള്ള ഈ സമാധാനം നശിപ്പിച്ചിട്ട് പരസ്പരം തല്ലുകൂടാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന UDFന്റെ BJPയുടെ ഭാഗമായിട്ട് മാറണോ? അരുത്. കേരളം നേടിയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥിതി, ശിശുമരണ നിരക്ക് കേരളത്തിൽ ലോകത്തിൽ അമേരിക്കയേക്കാൾ താഴെയായി എന്ന് വീണ ജോർജ് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ അവരെ പരിഹസിച്ചു. അമേരിക്കയേക്കാൾ താഴെ. സത്യമാണ് കൂട്ടരെ. 2016 ഇടതുപക്ഷ മുന്നണി വരുമ്പോൾ ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 12 കേരളത്തിൽ. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 50-നും അതിന് മുകളിലും ഒക്കെയാണ്. 100-ൽ കൂടുതലുള്ളതും ഉണ്ട്. പക്ഷേ കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറഞ്ഞത് കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഗുണം കൊണ്ടാണ്. എന്നിട്ടും ഞങ്ങൾ വെറുതെ ഇരുന്നില്ല, ഒരു തീരുമാനം എടുത്തു. ഈ 12 എന്നുള്ളത് സിംഗിൾ ഡിജിറ്റ് ആക്കിയിട്ട് മാറ്റണം. വെറുതെ പറഞ്ഞാൽ മാറില്ല. ശിശുമരണത്തിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായത് 30% കുട്ടികൾ മരിക്കുന്നത് കഞ്ചനൈറ്റൽ കാർഡ് ഡിഫക്റ്റ് കൊണ്ടാണ്. ജനിക്കുമ്പോൾ ഹൃദയത്തിന് തരക്കേട്,
ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ നടന്നാൽ കുട്ടി രക്ഷപ്പെടും. പക്ഷെ ഓപ്പറേഷന് 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെ ചെലവ് വരും. അത് നടത്താൻ നിവൃത്തിയില്ലാത്ത രക്ഷിതാക്കൾ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോയി ഒരാഴ്ച കഴിയുമ്പോൾ കുട്ടി ആകെ നീല നിറമായി, കറുത്ത നിറമായി മരിച്ചു പോവാണ്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ. ഞങ്ങൾ തീരുമാനിച്ചു, ഹൃദ്യം എന്ന് പറയുന്നൊരു പദ്ധതി ഇട്ടു. ആ പദ്ധതി പ്രകാരം എവിടെ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് ഉള്ള കുട്ടി ജനിക്കുന്നു എന്നറിയാൻ ആളുകളെ പരിശീലിപ്പിച്ച് ഡെലിവറി പോയിന്റിൽ അതിനുള്ള ഏർപ്പാടുണ്ടാക്കി. അത് മനസ്സിലാക്കിയ ഉടനെ ആരോഗ്യവകുപ്പിൻ്റെ ആംബുലൻസ് അവിടെ ഓടിയെത്തി കുട്ടിയെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യിച്ച് സുഖപ്പെടുത്തി തിരിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിലാക്കും. അതിന് ഗുണഫലം ഉണ്ടായി. 2020 പരിശോധിക്കുമ്പോൾ ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് കേരളത്തിൽ 5 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് LDFിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ശിശുമരണ നിരക്ക് കൂടാതെ ഇപ്പോഴും 5 സംരക്ഷിച്ചു നിർത്താൻ തുടർന്ന് വന്ന ആരോഗ്യവകുപ്പിന് സാധിച്ചു. 5.6 അമേരിക്കയിൽ. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പ്രസംഗം അറിയാതെ നീണ്ടുപോകും. അത് പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചുരുക്കുന്നു. ഈ നേട്ടങ്ങളെല്ലാം നിലനിർത്തണം. ഇനി ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാതെ ആരെങ്കിലും ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്ത് വീടുണ്ടാക്കണോ? UDF വന്നാൽ ലൈഫ് പദ്ധതി അപ്പോൾ റദ്ദാക്കുന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ഏത് പുതുയുഗത്തിലേക്കാണ്? അതാണ് VD സതീശൻ്റെ ജാഥയുടെ മുദ്രാവാക്യം. എവിടത്തേക്ക് നയിക്കാൻ? 2016 മുമ്പുള്ള ആരോഗ്യാവസ്ഥയിലേക്കോ വിദ്യാഭ്യാസ അവസ്ഥയിലേക്കോ നിങ്ങൾ നയിക്കുന്നത്? അതുകൊണ്ട് വളരെ ജനങ്ങളെ സമീപിച്ച് അവരോട് പറയണം, തെറ്റ് സംഭവിക്കരുത്. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കണം. ഈ വികസനങ്ങൾ മുന്നോട്ട് പോകണം. അതിന് LDFന് വേണ്ടി ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തണം. നമുക്ക് നമ്മുടെ ജീവിത സുരക്ഷിതത്വമാണ് വലുത്. കേന്ദ്ര ഗവൺമെൻറ് എത്ര ദ്രോഹിച്ചിട്ടും നമ്മളായിട്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചു, നമ്മൾ ഇടപെട്ടു, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ജനങ്ങളുടെ കൂടെ നിന്നു. ഈ സർക്കാർ തുടരണമെന്ന് എല്ലാ ആളുകളോടും അഭ്യർത്ഥിക്കാൻ തയ്യാറാവണം. ഉറപ്പാണ്, ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ കൂടെ നമ്മൾ ചെന്ന് ഈ കാര്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ സഖാവ് സുനീറിനോട് ആദ്യം പ്രസംഗിക്കാൻ പറഞ്ഞതായിരുന്നു. തുടങ്ങുമ്പോൾ വന്നില്ല. ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നവരാണ്. അവരെല്ലാം പ്രസംഗിക്കാനുണ്ട്. ജാഥ മാനേജറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ.